നമസ്തേ. ശ്രീ ശിവമഹാപുരാണത്തിൽ ത്രിപുരന്മാരുടെ കഥയുണ്ട്, ത്രിപുര ദഹനത്തിൻ്റെ കഥ. അപ്പോൾ അവിടെ ഈ ത്രിപുരന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാരാണ്. അവർ അസുരന്മാരുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ ദേവന്മാരെ ദ്രോഹിക്കുക എന്നുള്ളതാണ് അസുരന്മാരുടെ മെയിൻ പരിപാടി. മനസ്സിലായോ? ഇപ്പോൾ സുഡാപ്പികൾ ഹിന്ദുക്കളെ ഇങ്ങനെ ദ്രോഹിക്കുന്നില്ല, 1000 വർഷമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയില്ല. അതേപോലെ ആണ് അസുരന്മാർ. അവർ എപ്പോഴൊക്കെ ഒരു ചാൻസ് കിട്ടുന്നു അപ്പോഴൊക്കെ ദേവന്മാരെ ദ്രോഹിക്കുക എന്നുള്ളത്, ദേവന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കുക, എന്നിട്ട് ആ സ്ഥാനമൊക്കെ ഇവർ കൈയടക്കി വെക്കുക. ഇതാണ് അസുരന്മാരുടെ സ്വഭാവം. അപ്പോൾ ത്രിപുരന്മാർ വന്നതോടുകൂടി ദേവന്മാരുടെ കാര്യം വീണ്ടും കഷ്ടത്തിലാവും. അപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വരും, മഹാവിഷ്ണു ശിവൻ്റെ അടുത്ത് വരും. അപ്പോൾ ശിവൻ്റെ അടുത്ത് വന്നിട്ട് ത്രിപുരന്മാരെ സംഹരിച്ചു തരണം എന്ന് അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ ശിവൻ പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത് ത്രിപുരന്മാർ വേദമാർഗികളായിട്ട് ജീവിക്കണേ, അതായത് വേദമാർഗത്തെ അവലംബിച്ചുകൊണ്ട് ജീവിക്കണേ, വേദമാർഗത്തിൽ നിന്ന് അണുവിട മാറാതെ ജീവിക്കണേ. അപ്പോൾ പിന്നെ ഞാനെങ്ങനെ അവരെ സംഹരിക്കും എന്ന് ചോദിച്ച് ഈ ദേവന്മാരെയും മഹാവിഷ്ണുവിനൊക്കെ നിരാശപ്പെടുത്തി വിടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിട്ട് മഹാവിഷ്ണു രണ്ടാളുകൾ വിടണേ ത്രിപുരന്മാരുടെ സ്ഥലത്തിട്ട്, ചണ്ടനും മുണ്ടനും എന്നാണ് അവരുടെ പേര്. അവർ ഇവരെ വേദമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ കുറേ പുതിയ തത്വങ്ങളൊക്കെ പറയും. ഇപ്പോൾ ബുദ്ധൻ്റെ ഡയലോഗ് പോലെ സർവമിഥ്യയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാലക്രമേണ ത്രിപുരന്മാർ വേദമാർഗം ഉപേക്ഷിക്കും. എന്നിട്ട് ഈ ചണ്ടൻ്റെ മുണ്ടൻ്റെ പിന്നാലെ പോവും. അതായത് ഇപ്പോൾ നാണ് പറയില്ല, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, അല്ലെങ്കിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം, മനുഷ്യന് ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ചണ്ടനെയും മുണ്ടനെയും പോലെയാണ് ഈ നാണും ഈ കള്ളസ്വാമിമാരും. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിച്ചു? നാണുവിൻ്റെ പുറകെ പോയപ്പോൾ ഹിന്ദുത്വം ഇല്ലാണ്ടായി. മനസ്സിലായി? ഈടവരുടെ വിചാരം നാണുവാണ് മഹാവിഷ്ണു എന്നാണ്. അവരിപ്പോൾ നാരായണീയരെന്നല്ലേ ഇവർ വിളിക്കണേ അല്ലേ? എന്നാൽ നാണു പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഒരു മതവും ഇല്ല, ജാതിയും ഇല്ല, ഒരു മതവും ഇല്ല എന്ന് പറഞ്ഞിരിക്കണം. അതായത് പുള്ളിയപ്പോൾ ആരാണ്? നിരീശ്വരവാദിയാണോ? എനിക്കറിയാൻ മേല. എന്തായാലും അദ്ദേഹത്തിന് ഒരു മതവും ഇല്ല എന്ന് പറയുമ്പം നാരായണൻ എന്ന് ഉള്ള പേര് തന്നെ അദ്ദേഹത്തിന് ചേരുന്നില്ല. അപ്പോൾ ഈ ചണ്ടനെയും മുണ്ടനെയും പോലെയാണ് ഈ നാണുവും പിന്നെ ഇപ്പോൾ ഉള്ള സദ്ഗുരുവും. അതായത് വേദമാർഗത്തിൽ നിന്ന് ഹിന്ദുക്കളെ വ്യതിചലിപ്പിക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി വന്നേക്കണ കള്ളന്മാരാണ് ഇവന്മാർ. വേദമാർഗം അറിയുന്നത് ബ്രാഹ്മണർക്കാണ്. ക്രിസ്ത്യാനികൾ ചെയ്ത പരിപാടി കണ്ടില്ലേ? രാജഭരണം അവസാനിപ്പിച്ചേണ്ടില്ലേ ഭാരതത്തിൽ? രാജഭരണം പോയതോടുകൂടി ബ്രാഹ്മണർ അശരണരായി. പക്ഷേ ഇതൊക്കെ ശ്രീ ശിവമഹാപുരാണം തുടങ്ങുമ്പോൾ തന്നെ വേദവ്യാസൻ തന്നെ കലിയുഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതായത് ശൂദ്രന്മാർ ബ്രാഹ്മണരെ പോലെ നടിക്കും, വലിയ അറിവുള്ള ആളുകളെ പോലെയൊക്കെ ഇവർ ഭാവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ഇടയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് വേദവ്യാസൻ
പ്രവചിക്കുന്നുണ്ട്, ഇങ്ങനെ ആയിരിക്കുമെന്ന് കലിയുഗത്തിൽ. ഈ പേര് തന്നെ നോക്കൂ, കലിയുഗം എന്നുള്ള പേര് നോക്കൂ. നമ്മൾ എന്താ പറയുക, ആളുകൾ ഈശ്വരനെ കുറിച്ച് സംസാരിക്കും, ഒത്തിരി ഈശ്വരന്മാരെ കുറിച്ച് ഒത്തിരി വർണ്ണിച്ച് സംസാരിക്കും. പക്ഷെ കലിയെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കലി എന്ന് പറഞ്ഞാൽ ആങ്കറാണ്, ആങ്കർ. അപ്പോൾ ഏജ് ഓഫ് ആങ്കറിൻ്റെ ഒരു രൂപമാണ് യുദ്ധം എന്ന് പറയണത്. ആങ്കറാണല്ലോ യുദ്ധം. അപ്പോൾ ഇത് യുദ്ധങ്ങളുടെ കാലമാണ്. ലോകത്തിലെവിടെയെങ്കിലും യുദ്ധം നടക്കാത്ത ഒരു ദിവസം പോലും ഇന്നില്ല. എല്ലായിടത്തും യുദ്ധമാണ്. മുസ്ലിങ്ങളും യഹൂദരുമായിട്ട് യുദ്ധം, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ട് യുദ്ധം, മുസ്ലിങ്ങളും ബുദ്ധിസ്റ്റുകളായിട്ട് യുദ്ധം ബർമയിൽ, മുസ്ലിങ്ങളും ഹിന്ദുക്കളായിട്ട് യുദ്ധം ഭാരതത്തിൽ. ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ, അന്യമതക്കാരെ കിട്ടിയില്ലെങ്കിൽ, ഈ മുസ്ലിങ്ങൾ തന്നെ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും. ഉദാഹരണത്തിന് ഇറാൻ ഇറാഖ്, അല്ലെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. ഇവരിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അതായത് സുന്നി, ഷിയ, അഹമ്മദിയ എന്നൊക്കെ പറഞ്ഞ് ധാരാളം വിഭാഗങ്ങൾ ഇവരിൽ തന്നെ ഉണ്ട്. ക്രിസ്ത്യാനികളിലുണ്ട്. ഇപ്പോൾ നോക്കൂ, യുക്രൈനും റഷ്യയും, ഇത് 2ഉം ക്രിസ്ത്യൻ രാജ്യങ്ങളല്ലേ ഇല്ലേ? അപ്പോൾ അവിടെ 2 മതങ്ങളല്ല, ഒരു മതത്തിൽ തന്നെയുള്ള 2 വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലാണ് യുദ്ധം. അങ്ങനെ എന്തോരം യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറയാം, യേശുവിൻ്റെ വരവോടുകൂടി മതം യുദ്ധത്തിൻ്റെ ഒരു കാരണമായി മാറി. മുമ്പും യുദ്ധമുണ്ടായിരുന്നു, പക്ഷേ അതിന് മറ്റ് കാരണങ്ങളായിരുന്നു. അതായത് ഇപ്പോൾ ചൈന നമ്മുടെ സ്ഥലം കയ്യേറാൻ നോക്കി, അങ്ങനെ യുദ്ധം ഉണ്ടായി. മനസ്സിലായോ? അല്ലാണ്ട് അവിടെ മതമല്ല റീസൺ. പക്ഷേ ഈ യഹൂദരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഈ വെറുപ്പ്, അതിൻ്റെ പിന്നിൽ മതം മാത്രമാണുള്ളത്. നോക്കൂ, കോടിക്കണക്കിന് യഹൂദരുണ്ട്, അതിനേക്കാളൊക്കെ 10 മടങ്ങ് കോടി മുസ്ലിങ്ങളുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വെറുപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ നോക്കൂ, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ചൊറിയും, ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളോട് വെറുപ്പ്. അപ്പോൾ നാച്ചുറലി മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളോടും വെറുപ്പിന്ന് വെറുപ്പല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഹിന്ദുക്കളോട് മുസ്ലിങ്ങൾക്ക് വെറുപ്പ്. ഇസ്ലാം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ. ക്രിസ്തു മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ. പക്ഷേ ഹിന്ദുക്കൾ മാത്രം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന്. ഇതിന് കാരണം ഗാന്ധിയാണ് ഇതിൻ്റെയൊക്കെ ആണിവേര്. കാരണം സർവധർമ്മ സമഭാവന അങ്ങനൊരു കാര്യം നമ്മുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് അത് ഭഗവത്ഗീതയിലാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്, സർവധർമ്മ സമഭാവന. ഇപ്പോൾ അത് വ്യാഖ്യാനിച്ച്, ഇത് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അത് 5000 വർഷം മുമ്പ് ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച്
അർജുനനെ ഉപദേശിച്ചു കൊടുത്തതാണ്. അപ്പോൾ അന്നേരം സർവധർമ്മ സമഭാവന എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിനെയും ക്രിസ്തു മതത്തെയും നമ്മുടെ സനാതനധർമ്മത്തിലെ വിവിധ ശാഖകളുണ്ട്. സനാതനധർമ്മത്തിൽ തന്നെ ഒത്തിരി ശാഖകളുണ്ട്. ദ്വൈതം, അദ്വൈതം, വിശിഷ്ട അദ്വൈതം എന്നും പറഞ്ഞ് 3 ഗ്രൂപ്പുണ്ട്. പിന്നെ സാഖ്യമതം എന്നും പറഞ്ഞുണ്ട്, സാഖ്യശാസ്ത്രം എന്നും പറയും. അപ്പോൾ ഇതൊക്കെ ഓരോരോ മതങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. ഇതാണ് ശരി, മോക്ഷത്തിലേക്കുള്ള മാർഗം ഇതാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം വേദങ്ങളാണ്. അതായത് ഭാരതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള മതങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ അടിപിടിയോ ബഹളമോ കലാപമോ ഇറാനും ഇറാഖും ഫൈറ്റ് ചെയ്യണ പോലെയോ പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളെയും പോലെ ആയിരുന്നില്ല അവർ. അവിടെ തർക്കവും ഒക്കെ ഉണ്ടാവും, പക്ഷേ അത് അഗ്രസീവായിരുന്നില്ല. അത് അതിൻ്റേതായ രീതിയിൽ, മാന്യമായ രീതിയിലായിരുന്നു നടന്നിരുന്നത്. പിന്നെ കമലഹാസൻ ഇന്നാളൊരു സിനിമ എടുത്തു. എന്താണ് അതിൻ്റെ പേര്? ദശാവതാരം. അങ്ങനൊരു പേര് തന്നെ ഒരു സിനിമക്ക് കൊടുക്കണത് ഹിന്ദുവിൻ്റെ എന്താ പറയുക, നപുംസകത്വത്തിനാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ഹിന്ദുവിന് ഇതൊന്നൊരു പ്രശ്നമല്ല. ദശാവതാരം എന്നാണ് ഒരു സിനിമയ്ക്ക് പേര് കൊടുക്കേണ്ടത്. ഇപ്പം ദശാവതാരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ദശാവതാരം 10 അവതാരങ്ങളല്ലേ. അതും ഈ കമലഹാസൻ കാണിച്ചു വെച്ചേക്കണ കോപ്പുമായിട്ട് എന്ത് ബന്ധം? അത് ഈ ദശാവതാരം സിനിമയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് വൈഷ്ണവരും ശൈവരുമായിട്ട് നടന്നിരുന്ന യുദ്ധം ആണ് കാണിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. വൈഷ്ണവരും ശൈവരുമായിട്ട് ഇവിടെ യാതൊരു യുദ്ധങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ഒരിടത്തും. ഇത് സിനിമയല്ലേ. ഈ കഥയിൽ, ഈ ചിത്രത്തിൽ വരുന്ന കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം എന്നും പറഞ്ഞ് എഴുതിയാൽ മതിയല്ലോ. പിന്നെ എന്ത് പോക്കൃത്തരവും കാണിക്കാമല്ലോ. മനസ്സിലായോ? അങ്ങനെയാണ് ഇപ്പോൾ സുഡാപ്പികളും കുഞ്ഞാടുകളും ഇവിടെ ഭാരതത്തിൽ വൈഷ്ണവരും ശൈവരും തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നില്ലേ. പിന്നെ ബ്രാഹ്മണരൊക്കെ ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരെ, അങ്ങനെ ഒരു ജാതിയില്ല താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ്. ജാതികളാണുള്ളത്. അത് താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്ന് പറയുന്നത് എന്തൊക്കെയോ ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് പറയണേ. അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറയണത്. ഇപ്പോൾ താഴ്ന്ന ജാതി എന്നും പറഞ്ഞ് കണക്കാക്കുന്നത് എന്താ പറയുക, പുലയര്, പറയന്മാർ, അങ്ങനെ ഒത്തിരി ജവാലന്മാർ, മുക്കുവര്, ഇവരൊക്കെ താഴ്ന്ന ജാതി എന്നാണ് ഒരു ലേബിൾ ചെയ്ത് വെച്ചേക്കണേ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ജാതിയില്ല. ഈ ശിവമഹാപുരാണം എത്ര തവണ വായിച്ചിട്ടും അവിടെ ഒരിടത്തും സവർണൻ, അവർണൻ, താഴ്ന്ന ജാതി, ദളിതൻ, അധകൃതൻ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളേ ഇല്ല. ഇതൊക്കെ ഇൻവെൻ്റ് ചെയ്തത് ഗാന്ധിയും കൂട്ടരുമാണ്. അതിൻ്റെ ലക്ഷ്യം ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദുക്കളെ ജാതിപരമായിട്ട് പരസ്പരം വൈരമുണ്ടാക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അതിൽ നിഷ്കളങ്കരായ ഹിന്ദുക്കൾ വീണുപോയി. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഗാന്ധി സിനിമ നിങ്ങൾ കണ്ടത് ഓർമ്മയുണ്ടോ? ഗാന്ധി ഒരു കോടതിയിൽ ഒരു ട്രയലിന് വേണ്ടി ഗാന്ധിനെ കൊണ്ടുതന്നെ. ഗാന്ധി ആക്ച്വലി അവിടെ അക്യൂസ്ഡാണ്. പ്രതിയാണ് ഗാന്ധി. ഗാന്ധി വന്നിട്ട് കോടതിയിൽ പ്രതിയുടെ കൂട്ടുണ്ടല്ലോ, പ്രതിക്കൂട്ടിൽ വരുമ്പോഴേക്കും വെള്ളക്കാരൻ ജഡ്ജി ഗാന്ധിനെ കാണുമ്പോൾ തന്നെ എണീറ്റിക്കും, ബഹുമാനിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും? ഗാന്ധിനെ വെള്ളക്കാർ പോലും ബഹുമാനിച്ചിരുന്നു, അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ, അല്ലേ?
ഇതേപോലെ തന്നെ യേശുവിൻ്റെ ഇതിലുണ്ടല്ലേ ബൈബിളിൽ പോകുന്നിടത്തൊക്കെ പിശാചുക്കൾ വന്നിട്ട് യേശു ദാവീദിൻ്റെ പുത്ര, ദൈവപുത്ര, ഞങ്ങളെ ഉപദ്രവിക്കരുതേ എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പോൾ കണ്ടേ, അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യർ പോലും യേശു ദൈവപുത്രനാണെന്നാണ് പറയണത്. അതിന് സമാനമാണ് ഈ വെള്ളക്കാരൻ എണീറ്റിരിക്കണത്. അത് ഞാൻ അങ്ങനെ കാണുള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് ഗാന്ധി മഹാനാണെന്ന് എനിക്കൊരിക്കലും കണക്കാക്കാൻ പറ്റില്ല. കാരണം ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇന്നാളൊരു കാര്യം ഞാൻ വായിച്ചു ഗാന്ധി പറഞ്ഞത്. അതായത് ഗാന്ധി പറയണതാണ്, മുസ്ലിങ്ങൾ കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും വന്നാൽ ഹിന്ദുക്കൾ അതിനെ എതിർക്കാൻ പാടില്ല. ഹിന്ദുക്കൾ അത് സ്വമനസാലെ അത് സമ്മതിച്ചു കൊടുക്കണം. അതായത് മരിക്കണം. മുസ്ലിങ്ങളെ തിരിച്ച് ആക്രമിക്കാൻ പാടില്ല. ഗാന്ധിയുടെ ഒരു ഉപദേശമാണ്. ഇതിപ്പോൾ യേശു പറയില്ലേ, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കാന്ന് ഇല്ലേ? അതേ ഡയലോഗ് തന്നെയല്ലേ ഗാന്ധി പറയണം അല്ലേ? പിന്നെ ഗാന്ധി സിനിമ തുടങ്ങണനെ ഗാന്ധിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഒരു രംഗമുണ്ടല്ലോ, അത് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ട്രെയിൻ യാത്രയാണ്. അവിടെ ആദ്യം തന്നെ ഗാന്ധിനെ കാണിക്കുമ്പോൾ ഗാന്ധിയുടെ കയ്യിൽ ബൈബിളാണ്. ഗാന്ധി ബൈബിളും വായിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണിക്കുന്നത് ആദ്യം. മനസ്സിലായി? അപ്പോൾ ഗാന്ധിക്കും ബൈബിളുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. നോക്കൂ, ബൈബിളെന്ന് പറഞ്ഞാലേ ഇതായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ ഇതിലുള്ളത് പിശാചാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ബന്ധം. ഇപ്പം ഞാൻ ബൈബിള് കയ്യിലെടുക്കണ പോലെയല്ല, എൻ്റെ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നത് പോലല്ല യേശു പിശാചാണെന്ന് അറിയാത്ത ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ബൈബിൾ ഇരിക്കണം. അവൻ വായിക്കുമ്പോൾ അതിൻ്റെ അത് ഉള്ള കാപട്യമൊന്നും അവന് തിരിച്ചറിയാൻ പറ്റില്ല. അവൻ വിചാരിക്കും, യേശുവിനെ പോലൊരു മഹാൻ വേറെ ആരുമില്ല, ശത്രുക്കളെ വരെ സ്നേഹിക്കാൻ പറഞ്ഞു യേശു. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ പറയാനെന്ന് വിചാരിക്കും. പക്ഷേ ബൈബിളിൽ യേശുവിനൊരു ശത്രുവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് യൂദാസ് ഇസ്കറിയത്ത്. ആ യൂദാസ് ഇസ്കറിയത്ത് യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്നാണ് ബൈബിൾ പറയുന്നത്. മാത്രമല്ല യേശു യൂദാസിനെ കുറിച്ച് അയാൾ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ അതാകുമായിരുന്നു അയാൾക്ക് കൂടുതൽ നല്ലത് എന്നും പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ യേശു യാതൊരു കാരണവശാലും യേശുവിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുന്നില്ല. യേശുവിൻ്റെ ശത്രു മരിച്ചു കാണണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം സ്വയം അത് കാണിച്ചു തരണ്ടേ ഇല്ലേ? അതല്ലേ വേണ്ടത്. പക്ഷേ പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്ന ഒന്ന്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ലൂക്കായുടെ പുസ്തകം 6-ാം അധ്യായം 27-ാം വാക്യം. ഒരു കൃത്യം 13 അധ്യായം മറിച്ചു കഴിഞ്ഞാൽ ഇതേ 27-ാം വാക്യം, 13-27, മറ്റേത് 6-27, 19-27, 13 അധ്യായം മാറ്റുമ്പോൾ അപ്പോൾ അവിടെ പറയുന്നത്, എന്നാൽ എൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്ത എൻ്റെ ശത്രുക്കളെ ആകട്ടെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കൺമുമ്പിൽ വെച്ച് കൊന്നുകളയുക. എത്ര പരമനീചനായിട്ട് വേണം യേശു അങ്ങനെ പറയണമെങ്കിൽ. ഇപ്പോൾ യേശു ഒരു എന്താ പറയുക, ഒരു ഡ്രഗ്സ് കാർട്ടലില്ലേ, അതിൻ്റെ ഒരു മാഫിയ ഡോണാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങളൊരു മാഫിയ ഡോണാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ശത്രുവുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് പറയും? നിങ്ങളുടെ കിങ്കരന്മാരോട് അവനെ തട്ടിയേക്കാൻ പറയും ഇല്ലേ? അല്ലാണ്ട് അവനെ കൊണ്ടുവന്ന് എൻ്റെ കണ്ണുമ്പിൽ വെച്ച് കൊല്ലണമെന്ന് പറയുമോ? പറയത്തില്ലല്ലോ. പക്ഷേ യേശു സംസാരിക്കുന്ന നോക്ക്. അതായത് യേശുവിൻ്റെ ശത്രുവിനെ കൊന്നാൽ മാത്രം പോരാ, അത് യേശുവിൻ്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ കാണുക കൊന്നുകളയുക എന്ന് പറയണത്. അപ്പോൾ കൊലപാതകം കണ്ട്, മനുഷ്യരെ കൊല്ലുന്നത് കണ്ട് ആസ്വദിക്കണം എന്ന മനസ്സുള്ള ആളല്ലേ യേശു? ഇങ്ങനെ മനസ്സുള്ള ഒരാൾ എങ്ങനെ ദൈവപുത്രനാവും സുഹൃത്തെ? ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ഒരു നല്ല മനസ്സുള്ള ഒരാളായിരിക്കണ്ടേ ഇല്ലേ? പിന്നെ യേശു പറയുന്നു, എന്താ പറയുന്നത്, നിങ്ങൾ ഒരു കരണത്തടി അടി കിട്ടിയാൽ
ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുക്കുക. യേശു പറഞ്ഞൻ ഒരു കരണത്തെ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ മറുകരണം കാണിച്ചു കൊടുക്കുക. പക്ഷേ യേശുവിനോട് അടി കിട്ടുമ്പോൾ യേശു അങ്ങനെ ചെയ്യുന്നില്ല. മനസ്സിലായോ? യേശുവിനായിട്ട് അടി കിട്ടുന്നുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ യേശുവിനെ അവസാന അത്താഴം കഴിഞ്ഞ് ശിഷ്യന്മാരും യേശുവും കൂടി നേരെ ഗെത്സമനി പോയി അവിടെ ഒരു പ്രാർത്ഥനാ നാടകം നടത്തി. അതിനുശേഷം യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു. നേരെ യേശുവിനെ മുഖ്യ പുരോഹിതന്മാരുടെ അടുത്തോട്ട് കൊണ്ടുപോയി, അവരുടെ കൊട്ടാരത്തിലോട്ട്, അവരുടെ വസതിയിലേക്ക്. അപ്പോൾ പുറത്ത് പത്രോസ് നിൽക്കണേ. അവിടെ വെച്ചാണ് പത്രോസ് 3 പ്രാവശ്യം തള്ളി പറയണത്. അപ്പോൾ ഇതിനകത്ത് യേശുവിൻ്റെ ട്രയലാണ് നടക്കുന്നത്. യേശുവിനെ വിചാരണ ചെയ്യണതാണ്. വിചാരണ ചെയ്യുമ്പോൾ ഓരോരുത്തരും വന്നിട്ട് യേശുവിനെതിരെ മൊഴി നൽകണേ. യേശു ആകട്ടെ മിണ്ടാണ്ടിരിക്കണേ. കാരണം യേശുവിന് മരിക്കണമല്ലോ. യേശുവിൻ്റെ ആഗ്രഹം യേശു വധിക്കപ്പെടണം എന്നാണ്. എന്നാലല്ലേ യേശുവിന് താൻ മരിച്ചത് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയാൻ പറ്റുള്ളൂ, ക്രിസ്തുമതം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനം അതാണ്. യേശു മരിച്ചത് മനുഷ്യരുടെ പാപത്തിൽ നിന്ന് മനുഷ്യന്മാരെ മൊത്തത്തിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ യേശുവിൻ്റെ കഥ പറഞ്ഞല്ലേ, ഒരു എന്താ പറയുക, എൻ്റെ അപ്പം പറയണ പോലെ കൺസിസ്റ്റൻസി ഓഫ് ഇൻകൺസിസ്റ്റൻസി. അപ്പോൾ ഇങ്ങനെ ഒരു കാരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ യേശുവിനെ മുഖ്യ പുരോഹിതന്മാരുടെ മുമ്പിൽ നിർത്തണേ. എന്നിട്ട് ആൾക്കാർ വന്നിട്ട് യേശുവിനെതിരെ സാക്ഷ്യം പറയണേ. യേശു ഒന്നും മിണ്ടുന്നുമില്ല. ഒടുക്കം സഹി കെട്ട് കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങളാണെന്ന് വിചാരിക്കുക, ഒരു കോടതിയിൽ നിങ്ങൾക്കെതിരെ വന്ന് സാക്ഷി പറയണേ. അപ്പോൾ ജഡ്ജി ചോദിക്കും, ഇത് കേട്ടോ, നിങ്ങൾക്ക് ഇതിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ കുറേ പ്രാവശ്യം മിണ്ടാണ്ടായി കഴിയുമ്പോഴേക്കും അവർ പറയും, മുഖ്യപുരോഹിതന്മാർ പറയും, നീ ഇവർ പറയുന്നത് കേൾക്കണില്ലേ? നീ എന്താണ് കാത് കേട്ടുകൂടാത്ത ആളാണോ? ഇവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ യേശുവിൻ്റെ ഒരു മറുപടി ഉണ്ട്. അതായത് ഐ വാസ് ഓൾവേസ് ടോക്കിംഗ് ഇൻ ദെയർ സിനഗോഗ്സ്. ഞാൻ എപ്പോഴും പ്രസംഗിച്ചത് അവരുടെ സുനഗോഗുകളിലാണ്. ദേ നോ വാട്ട് ഐ ഹാവ് സ്പോക്കൺ. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് അവർക്കറിയാം. I was always talking in their synagogues, but they never tried to seize me എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഞാൻ എപ്പോഴും സംസാരിച്ചിരുന്നത് അവരുടെ സുനഗോഗുകളിലാണ്, പക്ഷെ അവരെന്നെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. പിന്നെ അവർക്കറിയാം ഞാൻ എന്താ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ജഡ്ജി ചോദിച്ച ചോദ്യത്തിന് യേശു തർക്കുത്തരമാണ് പറയണത്. അപ്പോൾ തർക്കുത്തരം കേൾക്കുമ്പോൾ ജഡ്ജിൻ്റെ ഒരു ബടൻ ഉണ്ട് അവിടെ. ബടൻ്റെ ഒറ്റടി കൊടുക്കും യേശുവിനായിട്ട്. ഇത് എഴുതി വെച്ചേക്കണേ ബൈബിളിൽ. അപ്പം തന്നെ യേശു ചോദിക്കും, നീ എന്തിനാണ് എന്നെ അടിച്ചതെന്ന് ചോദിക്കും. അല്ലാണ്ട് ഒരു കാരണത്തെ അടി കിട്ടിയാൽ മറുകരണം കാണിച്ച് കൊടുക്കുന്നില്ല യേശു. അപ്പോൾ യേശു പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? പിന്നെ യേശു പറയുന്നുണ്ടല്ലോ, I was always talking in their synagogues and I was always talking in your synagogues and you never try to seize me എന്ന് പറയുന്നുണ്ട്. യഹൂദരുടെ സിനഗോഗുകളിലാണ് ഞാൻ എപ്പോഴും സംസാരിച്ചത് അഥവാ പ്രസംഗിച്ചത്. എൻ്റെ പ്രഭാഷണമൊക്കെ യഹൂദരുടെ സിനഗോഗുകളിലായിരുന്നു. പക്ഷേ നിങ്ങളൊരിക്കലും എന്നെ തടയാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതും കള്ളമാണ്. കാരണം ബൈബിളിൽ പലയിടത്തും യേശുവിൻ്റെ ആദ്യത്തെ സംഭാഷണം തന്നെ ലൂക്കായുടെ പുസ്തകം 4-ാം അധ്യായത്തിലാണ്. ലൂക്കായുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഈ പറഞ്ഞ മാതിരി യേശു ഒരു സുനഗോഗിൽ വെച്ച് ഒരു ശനിയാഴ്ച ദിവസം, അപ്പോഴാണല്ലോ ഇവർ കൂടണത്, സുനഗോഗിൽ വെച്ച് അവിടെ പഴയ നിയമമാണല്ലോ ഉള്ളത്. ഇന്നത്തെ പോലെ
പുതിയ നിയമമില്ലല്ലോ. പിന്നെ യഹൂദരുടെ സുനഗോഗാണ്, അവിടെ ഇന്നും പുതിയ നിയമമില്ല, അവർ പഴയ നിയമമല്ല ഇപ്പോഴും ഫോളോ ചെയ്യണം. അപ്പോൾ പഴയ നിയമത്തിലൊരു പുസ്തകം എടുത്തിട്ട് ആൾക്കാർക്ക് അത് വായിക്കണ ഒരു ടേൺ ഉണ്ട്. അപ്പോൾ യേശുവിൻ്റെ ടേൺ വരുമ്പോൾ യേശു എടുത്തിട്ട് തുറന്നിട്ട് ഒരെണ്ണം വായിക്കണ ഇസയുടെ പുസ്തകത്തിൽ നിന്ന്. അതിൽ പറയുന്ന ഇത് ഏതാണ്ട് എന്താ പറയുക, ദൈവത്തിൻ്റെ പുത്രൻ എന്ന വിധത്തിലുള്ളൊരു വചനമാണ് വായിക്കണത്. എന്നിട്ട് അത് വായിച്ചു കഴിഞ്ഞിട്ട് പുസ്തകം അടച്ചു വെച്ചിട്ട്, സ്ക്രോള് അടച്ചു വെച്ചിട്ട് യേശു പറയും, നിങ്ങളിപ്പോൾ ഈ കേട്ട ഈ വചനം ഇവിടെ നിറവേറിയിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ യേശുവിനെ ഇഷ്ടപ്പെടില്ല. കാരണം യേശു നസ്രാണിയാണ്. അതാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. നിങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. യേശുവിൻ്റെ തന്ത്രം എങ്ങനെയാണെന്ന് നോക്കൂ. മീക്കായുടെ പുസ്തകത്തിൽ 5-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ പറയണേ, യഹൂദരുടെ രക്ഷകൻ രാജാവ് ബെത്ലഹേമിൽ നിന്ന് വരും. യേശു ആകട്ടെ ബെത്ലഹേമിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഗലീലി എന്ന് പറഞ്ഞൊരു പ്രദേശത്ത്, അവിടെ നസ്രത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ഒരു പട്ടണത്തിൽ നിന്നാണ് യേശു വരുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ നസ്രാണി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നസ്രാണിയല്ല ഇവർ കാത്തിരിക്കണത്. മനസ്സിലായോ? ഇവർ കാത്തിരിക്കണത് ബെത്ലഹേമിൽ നിന്ന് വരുന്ന ഒരാളെ. പക്ഷേ നസ്രത്തിൽ നിന്ന് വന്നിട്ട് യേശുവാണ് ക്രിസ്തു, യഹൂദർ ബെത്ലഹേമിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ക്രിസ്തു യേശുവാണെന്ന് യേശു അവകാശവാദം ഉന്നയിക്കുകയും, എന്നാൽ യഹൂദർ ഈ പഴയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ വചനം അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് യേശുവിനെ എതിർത്തപ്പോൾ യേശു ഒരിക്കലും അവരോട് താൻ ജനിച്ചത് ബെത്ലഹേമിലാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ദാണ്ടേ നിൽക്കുന്നു എൻ്റെ മാതാവ്, എൻ്റെ അമ്മ ദാണ്ടേ ഇവിടെയുണ്ട്, എന്നെ പ്രസവിച്ച സ്ത്രീ, അവരോടൊന്ന് ചോദിച്ചാലും എന്നെ എവിടെയാണ് പ്രസവിച്ചതെന്ന്. സെൻസസ് എടുക്കാൻ വേണ്ടി എന്നെ പൂർണ്ണ ഗർഭിണിയായ എന്നെയും കൊണ്ട് ബെത്ലഹേമിൽ വന്നു. അപ്പോൾ അവിടെ സത്രത്തിലൊന്നും ഒരു ഇടവും കിട്ടാണ്ട് വന്നപ്പോൾ ഒരു കാലിത്തൊഴുത്തിൽ, ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിലാണ് എൻ്റെ അമ്മ പ്രസവിച്ചത് എന്ന് യേശുവിന് പറയാമായിരുന്നില്ലേ? അതായത് മത്തായിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം യേശുവിന് പറയാമായിരുന്നല്ലോ. അത് യേശു പറയുന്നില്ല. കാരണം യേശുവിന് വേണ്ടത് ഭിന്നതയാണ്. മനസ്സിലായോ? ഇപ്പം നോക്കൂ, നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ കള്ളസ്വാമിമാരില്ലേ, വെറുതെ അതും ഇതുമൊക്കെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ്, നമ്മുടെ ഒരു തമിഴനുണ്ടല്ലോ, ഒരു കള്ളസ്വാമി, എങ്ങാണ്ട് ഒരു കൈലാസമൊക്കെ പറഞ്ഞുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഇതാണ്. കോടീശ്വരനാണ് ആൾ, വെറും കള്ളനാണ് ആൾ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പിന്നാലെയും പോകുന്ന വിഡ്ഢിക്കൂട്ടങ്ങളില്ലേ നമ്മുടെ ഇടയിൽ, അതേപോലെ തന്നെ യഹൂദരിലുണ്ട്. യേശു വന്നിട്ട് ഈ മീൻപിടുത്തക്കാരുടെ ഇടയിൽ വന്നിട്ട് ഈ പിശാശു ബാധിച്ച ആൾക്കാരെയൊക്കെ ഓടിച്ചുകൊണ്ട് ഭയങ്കര ഡ്രാമയൊക്കെ കാണിക്കുമ്പോൾ അതിൽ വീണുപോയി. മനസ്സിലായോ? പക്ഷേ അതിലും വിവരമുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ആരെപ്പോലെ? നമ്മുടെ നഥനയേലിനെ പോലെ. ഫിലിപ്പിൻ്റെ സുഹൃത്ത് നഥനയേൽ. ഫിലിപ്പ് യേശുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട 12 ശിഷ്യന്മാരിൽ, അപ്പോസ്തലന്മാരിൽ ഒരാളാണ്. നഥനയേലല്ല. എന്തുകൊണ്ട് നഥനയേലിനെ സ്വീകരിച്ചില്ല? യേശു പറഞ്ഞെന്താണ്? ഇതാ ഒരല്പം പോലും കാപഢ്യമില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ, യഹൂദൻ എന്നാണ് നഥനയേലിനെ കുറിച്ച് പറയണത്. എന്നിട്ട് നഥനയേൽ എന്താണ് ചേർക്കാഞ്ഞ കൂട്ടത്തിൽ? എന്താ ചേർക്കാഞ്ഞത്? കള്ളനും തെമ്മാടിയുമായിരുന്ന യൂദാസിനെ ചേർത്തല്ലോ, ഇല്ലേ? യൂദാസ് പണസഞ്ചിയിൽ നിന്ന് കാശെടുക്കാറുണ്ടായിരുന്ന കള്ളനായിരുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കള്ളനായ യൂദാസിനെ വരെ ചേർത്തു. പക്ഷേ നഥനയേലിനെ ചേർത്തില്ല ഈ 12 പേരിൽ. വായ് ന്യായമായ ചോദ്യമല്ലേ? ജെനുവിൻ ക്വസ്റ്റ്യൻ ആണത്. അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ,
നഥനയേലിനെ യേശുവിന് പിടിച്ചാൽ കിട്ടില്ല. കാരണം നഥനയേലിന് ഓൾറെഡി യേശു ഫ്രോഡാണ് എന്നൊരു ഡൗട്ടുള്ള ആളായിരുന്നു നഥനയേൽ. മനസ്സിലായോ? അതുകൊണ്ട് നഥനയേലിനെ യേശു ചേർക്കാണ്ടിരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഗലീലി കടൽ തീരത്തുള്ള മീൻപിടുത്തക്കാരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ. ഈ 12 തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെന്ന് പറയില്ല അവർ. പക്ഷേ അവരെങ്ങനെ ശിഷ്യന്മാരായി കിട്ടിയെന്ന് ചോദിച്ചാൽ അതിന് യേശുവിൻ്റെ സഹോദരൻ, ഹാഫ് ബ്രദർ, അതായത് അച്ഛനൊന്ന് അമ്മ വേറെ. യേശുവിൻ്റെ അമ്മ മറിയ, സ്നാപക യോഹന്നാൻ്റെ അമ്മ മറിയയുടെ ചാർച്ചക്കാരി എലിസബത്ത്. അപ്പോൾ സ്നാപക യോഹന്നാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ബൈബിളിൽ ഭയങ്കര ക്യാരക്ടറാണ്. അതായത് എന്താ പറയുക, യു സീ, സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നത് ആരാണെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ നോക്കൂ, യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായം. നീ ആരാണെന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് യഹൂദർ ലേവ്യരെ അയച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, സ്നാപക യോഹന്നാനോട് ചോദിച്ചു അവർ ലേവ്യർ, ഹൂ ആർ യു? ആർ യു ദ ക്രൈസ്റ്റ്? സ്നാപക യോഹന്നാൻ പറഞ്ഞു, നോ. നീ ക്രിസ്തുവാണോ? അല്ല. വീണ്ടും ചോദിച്ചു, ആർ യു എലൈജ? ഏലിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞു, നോ, ഐ എം നോട്ട്. അപ്പോൾ പിന്നെ നീ ആരാണ്? അപ്പോൾ സ്നാപക യോഹന്നാൻ്റെ മറുപടി, കർത്താവിൻ്റെ പാത നേരെയാക്കുക എന്ന് പറയുന്ന മരുഭൂമിയിലെ ശബ്ദമാണ് ഞാനെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതായത് യേശുവിൻ്റെ പാത നേരെയാക്കണം. യേശുവിൻ്റെ പാതയെന്ന് വെച്ചാൽ യേശു ഒറ്റക്ക് നടന്നു കഴിഞ്ഞാൽ യേശുവിനൊരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ യേശുവിൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ വേണം. അതിനാണ് ഈ മീൻപിടുത്തക്കാരെ സ്നാപക യോഹന്നാൻ ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ ട്യൂൺ ചെയ്ത് വെച്ചേക്കണേണ് അവരെ. അതുകൊണ്ടാണ് ഗലീലി കടൽ തീരത്തൂടി യേശു നടന്നു പോകണ കാണുമ്പോൾ, യേശു നടന്നു പോകുമ്പോൾ ഇവരവിടെ ഇരിക്കണം. അപ്പോൾ തന്നെ കം ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. ഈ കം ഫോളോ മീ എന്ന് പറയണില്ലേ, അത് ഈ മേരി സിറിൽ സ്റ്റോൺ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു അമേരിക്കൻ ഒരു എഴുത്ത്, അതിൻ്റെ അപ്പൻ്റെ ഗോഡ് ഫാദർ വഴി ഞങ്ങൾക്കൊരു പുസ്തകം കിട്ടി ഇവരെഴുതി. അതായത് ദി ഗ്രേവ് ആൻഡ് അർജൻറ്റ് വാർണിങ്സ് ഫ്രം ഹെവൻ എന്നാണ്. അതിൻ്റെ അകത്ത് ലൂസിഫർ ആസ് ലൂസിഫർ വരുന്നുണ്ട്. മനസ്സിലായോ? അതായത് പിശാചായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അവിടെയും ലൂസിഫർ സംസാരിക്കുന്നത് ലൂസിഫറിൻ്റെ ഫോളൻ ഏഞ്ചൽസിനോടാണ് സംസാരിക്കുന്നത്, ലൂസിഫറിൻ്റെ സബോർഡിനേറ്റ്സിനോടാണ് സംസാരിക്കുന്നത്. അവിടെ കം ഫോളോ മീ ഇൻ ദിസ് വെഞ്ചിയൻസ് against mankind, human race. Follow me as you have followed me in the rebellion എന്ന് ഞാൻ വായിച്ചതായിട്ട് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതേ ടോണിൽ തന്നെയാണ് ഇവിടെ സംസാരിക്കണം. യേശു ശിഷ്യന്മാരോട് ആദ്യം പറയുന്നത് കം ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. ഈ ഒരൊറ്റ ഡയലോഗ് മതി സത്യത്തിൽ യേശു തന്നെയാണ് പിശാചെന്ന് നമുക്ക് ഉറപ്പിക്കാൻ. കാരണം മീൻപിടുത്തക്കാരോട് പറഞ്ഞേ, വരൂ ഞാൻ നിങ്ങളെ മീൻപിടുത്തക്കാരല്ല മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്ന് പറഞ്ഞേ. ഈ മീൻപിടുത്തക്കാരെന്താ ചെയ്യണത്? യേശു പറയണത് യേശു മനുഷ്യരെ പിടിക്കണ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണെന്നാണ് ഇല്ലേ? ഈ മീൻപിടുത്തക്കാർ മീൻ പിടിക്കണ മീനിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണോ? ആണോ? അല്ലല്ലോ. മീനെന്ന് പറഞ്ഞാൽ
വെള്ളത്തിൽ ജീവിക്കുന്ന പ്രാണിയാണ് മീൻ അല്ലേ. ആ വെള്ളത്തിൽ നിന്ന് അതിനെ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ആക്ച്വലി സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ നാച്ചുറൽ ബോഡിയിൽ നിന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്യണേ. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ മീൻപിടുത്തക്കാരനായിരുന്നു, എനിക്ക് നല്ലപോലെ അറിയാവുന്നല്ലേ എന്താണ് ചെയ്യണമെന്ന്. അതായത് ഒരു കൊളുത്ത്, ആ കൊളുത്തിൽ ഒരു ടങ്കീസ് കെട്ടിയിട്ടുണ്ടാവും. ഈ കൊളുത്തിൽ ഈ മീനിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്മീൻ, ഒരു ചെറിയ മീൻ കൊരുത്തിടും. എന്നിട്ട് അതങ്ങനെ എറിയും. അപ്പോൾ എറിയുമ്പോൾ അത് താഴോട്ട് പോകും. ആ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈയം ഉണ്ടാവും, ഈയം ലെഡ്, ഇത്തിരി വെയിറ്റ് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ താഴോട്ട് പോകുമ്പോൾ മീൻ ഇത് കാണും. മീൻ ഓർക്ക് പോകും എനിക്ക് ആഹാരം കിട്ടിയെന്ന് പറയും, വന്ന് കടിക്കും. അപ്പോൾ തന്നെ നമ്മൾ വലിക്കുമ്പോൾ അതിൻ്റെ വായ കീറി, കൊളുത്ത് വായ കീറി അങ്ങനെ നമ്മൾ ഇതിനെ വലിച്ച് കരക്കയറ്റണം. ഈ വെള്ളത്തിൽ നിന്ന് ഇത് പിരിയുന്ന നിമിഷം ഇത് കിടന്ന് പെട്ടക്കാൻ തുടങ്ങും. മനസ്സിലായോ? അല്ലാണ്ട് മീൻപിടുത്തക്കാർ മീൻ പിടിക്കണത് മീനിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനൊന്നുമല്ല, അതിനെ കൊല്ലാൻ വേണ്ടി, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിടിക്കുന്നത്. അതാണ് സത്യാവസ്ഥ. അപ്പോൾ പിന്നെ മീൻ പിടിക്കുന്ന ആൾക്കാരോട് വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് യേശു പറയേണ്ട കാര്യം എന്താണ് പോയി? അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് മനുഷ്യരെ പിടിക്കണത്? മനുഷ്യർ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കട്ടെ, അതല്ലേ വേണ്ടത്. ഈ മനുഷ്യരെ പിടിക്കണ എന്തിനാണ്? അവിടെ തന്നെ സത്യം പറഞ്ഞാൽ യേശു പിശാചാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കം ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ എന്ന് പറയുമ്പോൾ തന്നെ they left their nets and their fathers and followed Jesus എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിനോട് വരൂ, യേശു ഈ മീൻപിടുത്തക്കാരോട് വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരവരുടെ വലകൾ ഉപേക്ഷിച്ചു, പിന്നെ അവരുടെ പിതാക്കന്മാരെ ഉപേക്ഷിച്ചു. അതായത് ചെറുപ്പക്കാരാണ്, യേശുവിൻ്റെ പിന്നാലെ പോയി. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ശരിക്കും ഈ കഥകളൊന്നും അറിയാത്ത, ഇവ എന്നെപ്പോലെ ബൈബിളൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണെങ്കിൽ, അതായത് എൻ്റെ അത്രയും ബൈബിളൊന്നും ശരിക്കും എല്ലാം പുസ്തകങ്ങളും വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഭാഗം വായിക്കുമ്പോൾ എന്ത് വിചാരിക്കും? അനന്തരം അവൻ ഗലീലി കടൽ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ അവിടെ വല നന്നാക്കിക്കൊണ്ടിരുന്ന അന്ത്രയോസിനെയും പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കണ്ടു. അവൻ അവരോട്, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവർ തങ്ങളുടെ വലയും പിതാക്കന്മാരെയും ഉപേക്ഷിച്ച് അവനെ പിന്തുടർന്നു. ഇത് വായിക്കുമ്പോൾ നമ്മൾ എന്താ പേര്? യേശു സൂപ്പർ സ്റ്റാറാണ് കേട്ടോ. ഇപ്പോൾ ഫോർട്ടിച്ചിക്കാരനായതുകൊണ്ട് നമ്മളിപ്പോൾ മറ്റേ കണ്ണമാലി ആ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ബീച്ച് റോഡിൽ കൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതേപോലെ വല നന്നാക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അത് അന്നും അവർ വല നന്നാക്കും, ഇന്നും വല നന്നാക്കും. അതിലൊരു വ്യത്യാസമില്ല. 2000 കൊല്ലം മുമ്പാണെങ്കിലും ഇന്നാണെങ്കിലും വല നന്നാക്കണം മീൻപിടുത്തക്കാർ ഇന്നും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു 5-8 പേര് ഒരു കടൽ തീരത്തിരുന്നുകൊണ്ട് വല നന്നാക്കണത് നിങ്ങൾ കാണുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞാൽ, വരൂ മീൻപിടുത്തക്കാരെ വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞാൽ അവരുടനെ തന്നെ വലയും അവരുടെ പിതാക്കന്മാരെയൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വരൂ? വരില്ലല്ലോ. പക്ഷേ യേശുവിൻ്റെ കൂടെ പോയി എന്നാണ് എഴുതിയേക്കണം. അതിൻ്റെ കാരണം സ്നാപക യോഹന്നാനാണ്. അതാണ് സ്നാപക യോഹന്നാൻ പറയണത്, യേശുവിൻ്റെ പാത നേരെയാക്കുന്നവനാണ് ഞാനെന്ന്. അപ്പോൾ ശിഷ്യന്മാരെ കൊടുത്തു, ബാറ്റൺ കൈമാറി, സ്നാപക യോഹന്നാൻ രംഗത്ത് നിന്ന് തന്നെ ഒഴിഞ്ഞു മാറി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ബൈബിളിനെ. മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്രോ, പറഞ്ഞാലും തീരാത്ത ഇത്രയും കാര്യം. എൻ്റെ ആയുസ് മുഴുവനും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എനിക്ക് നല്ല നിശ്ചയമുണ്ട്, യേശു എന്ന് പറയുന്ന പിശാചാണ് ഇവിടെ മനുഷ്യന്മാർ തമ്മിലടിക്കാനും എല്ലാത്തിനും, ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരസ്പരം വെറുക്കാനും, മുസ്ലിങ്ങളും യഹൂദരും പരസ്പരം വെറുക്കാനും, മൊത്തത്തിൽ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്ന കള്ളക്കുറുക്കൻ ഈ നസറാണിയാണ് എന്ന് എനിക്ക് എൻ്റെ അപ്പം വഴി എനിക്ക് മനസ്സിലായിട്ടുണ്ട്.
അപ്പൻ എന്നെ പഠിപ്പിച്ചു തന്ന പാഠമാണത്. അപ്പോൾ അത് എൻ്റെ അപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞല്ലോ, ഒത്തിരി ബൈബിളിലെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. കുറേ ക്രിസ്ത്യാനികൾ വന്ന് ഇപ്പോഴും എന്നെ തെറി പറയുന്നുണ്ട്. അത് പിന്നെ അവരുടെ നിരാശയെന്ന് അവർ പറയണേ. അവർക്ക് ബൈബിളിനെ കുറിച്ച് ഞാൻ ഉയർത്തുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അപ്പോൾ പിന്നെ ഇവനെന്താ 4 തെറി പറഞ്ഞെങ്കിലും ഞാനൊന്ന് ആനന്ദിച്ചോട്ടെ, ഞാനൊന്ന് റിലാക്സ് ചെയ്തോട്ടെ എന്ന് പറയില്ല മറ്റേ സുരാജ് വെഞ്ഞാറമൂട്, അതേപോലെ പറയണേണ് അവർ. അതുകൊണ്ട് എനിക്ക് അവരോട് അങ്ങനെ പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല. എന്നാലും നമ്മൾ കമൻസ് വായിക്കണത് നല്ല നല്ല കമൻസ്, അതായത് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ അതിന് മറുപടി കൊടുക്കണമല്ലോ, അതിനുവേണ്ടി കമൻസ് വായിക്കണം. അപ്പോൾ വായിച്ച് വരുമ്പോഴേക്കും ചില കുഞ്ഞാടുകളുടെ തെറിയായിരിക്കും, പച്ചത്തെറിയായിരിക്കും വായിക്കണത്. അമ്മയ്ക്കും അച്ഛനും ഒക്കെ തെറി വിളിക്കും. മനസ്സിലായോ? സുഡാപ്പികളെ പോലെ തന്നെയാണ് കുഞ്ഞാടുകൾ. കുഞ്ഞാടുകളിപ്പോൾ ഹിന്ദുക്കളെ തെറി വിളിക്കണില്ല. അതിൻ്റെ കാരണം കുഞ്ഞാടുകളുടെ പുസ്തകം ഹിന്ദുക്കൾ വിമർശിക്കുന്നില്ല. ഹിന്ദുക്കൾ സുഡാപ്പികളുടെ ഖുറാൻ മാത്രമാണ് വിമർശിക്കണം, ബൈബിൾ വിമർശിക്കുന്നില്ല. അതുകൊണ്ടാണ് തെറി പറയാത്തത്. കാർത്തിക് ബൈബിൾ വിമർശിക്കുന്നുണ്ടല്ലേ, ഞാൻ ഹിന്ദു അല്ലേ, എന്നിട്ട് എന്നെ തെറി പറയുന്നുണ്ടല്ലോ. അപ്പോൾ സുഡാപ്പികൾ ഉള്ളിലിരിക്കണം അതേ പിശാചി തന്നെയാണ് ഈ കുഞ്ഞാടുകളുടെ ഉള്ളിലിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദയവ് ഇത് മനസ്സിലാക്കുക. ഓക്കെ. അതായത് പക്ഷേ നമുക്ക് മനുഷ്യരെ കുറ്റം പറയാൻ പറ്റില്ല. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെന്ന് വെച്ചാൽ അവർ മനുഷ്യരാണ്. നമുക്ക് അതായത് നമ്മളെന്ന് പറയുന്നില്ല, ഞാൻ കാർത്തിക് എതിർക്കുന്നത് ക്രിസ്ത്യാനിയും മുസ്ലിമിനെയുമല്ല, നല്ല മനുഷ്യരായിരുന്ന വെൽ മീനിങ് ഹ്യൂമൻ ബീയിങ്സിനെ ക്രിസ്ത്യാനിയും മുസ്ലിമും ആക്കി മാറ്റി എൻ്റെ മതം മാത്രമാണ് ശരി, എൻ്റെ അള്ളാഹു മാത്രമാണ് ദൈവം, എൻ്റെ യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് പറഞ്ഞ് ഭ്രാന്തന്മാരാക്കി മാറ്റുന്ന ആ ഒരു ശക്തിയുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു അദൃശ്യ ശക്തി, അവനെയാണ് ഞാൻ എതിർക്കുന്നത്. എനിക്ക് നല്ല നിശ്ചയമാണ്, മനുഷ്യൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ അവൻ അദൃശ്യനായിരിക്കും. ദൃശ്യനായ ഒരു ശത്രു മനുഷ്യനുണ്ടാവില്ല, ഉണ്ടെങ്കിൽ അവനെ ഫിനിഷ് ചെയ്തിരിക്കും മനുഷ്യൻ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ശത്രു യേശു അദൃശ്യനാണ്. അവൻ അദൃശ്യനായിരുന്നു മുന്നേ, 2000 വർഷം മുന്നേ. അതിനുശേഷം അവനൊരു 33 വർഷം ശരീരം കിട്ടി, മറിയ എന്ന് പറയുന്ന ഒരു യഹൂദ സ്ത്രീ വഴിയായിട്ട്. അത് കുരിശിൽ നഷ്ടപ്പെടുകയും ചെയ്തു, വീണ്ടും അദൃശ്യനായപ്പോൾ അവൻ കൂടുതൽ ശക്തനായി മാറി. അവൻ ശക്തി പ്രാപിക്കുന്ന മുറയ്ക്ക് ലോകത്തിൽ മനുഷ്യർ പരസ്പരം വെറുക്കും. നീ മുസ്ലിമാണ്, നീ ഹിന്ദുവാണ്, നീ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് വെറുത്ത് ആൾക്കാർ തമ്മി തല്ലി കൊല്ലും. അതാണല്ലോ നടക്കണതല്ലേ. ഇപ്പം നോക്കൂ, ഒക്ടോബർ 7-ാം തീയതി കുറേ മുസ്ലിങ്ങൾ ഇസ്രായേലിൽ കയറി അറ്റാക്ക് ചെയ്ത് 1500 ആൾക്കാരെ തന്നെ കൊന്ന്, കുറേ കുട്ടികളെയും ആയ ആൾക്കാരെ പോലും പ്രായഭേദമന്യേ സ്ത്രീകളെ റേപ്പ് ചെയ്തു. അപ്പോൾ 1500 പേരെ കൊന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ നമ്മൾ വാർത്ത പറയുന്നത് എന്താണ്? ഇപ്പം ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾ യഹൂദരെ കൊന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഇല്ലേ? അപ്പോൾ പിന്നെ ഇസ്രായേലിൽ പിന്നെ തിരിച്ചടിയായി. അതിപ്പോൾ 40,000 മനുഷ്യരായി മരിക്കണത്. അപ്പോൾ നമ്മൾ വാർത്ത വായിക്കണത് എന്താണ്? യഹൂദർ, ഇസ്രായേൽക്കാർ ഹമാസിനെ ബോംബ് ചെയ്യുന്നു, ഇങ്ങനെ വായിക്കണത്. ഇതാണ് ലേബിളിങ്. മനസ്സിലായോ? ഇവിടെ സത്യത്തിൽ നടക്കണത് എന്താണ്? മനുഷ്യന്മാർ അങ്ങോട്ട് തമ്മിത്തല്ലി ചാവണേ. അതാണ് സത്യം. ആ സത്യത്തെ ഇസ്രായേൽക്കാർ മുസ്ലിങ്ങളെ കൊല്ലുന്നു, മുസ്ലിങ്ങൾ യഹൂദരെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരിയായ പ്രശ്നത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. മനസ്സിലായോ? ഇതിൻ്റെ കാതലായ പ്രശ്നം, ഇതിൻ്റെ റൂട്ട്, ഇതിൻ്റെ വേരുകൾ ഇന്ന് കാണുന്ന ഹിന്ദു ക്രിസ്ത്യൻ യഹൂദ ക്രിസ്ത്യൻ ഇസ്ലാം യുദ്ധങ്ങൾ, കലഹം,
പരസ്പരമുള്ള വെറുപ്പ്, അതിൻ്റെയൊക്കെ പിന്നിലുള്ള മുഖ്യ കാരണം 2 ഗ്രന്ഥങ്ങളാണ്, ബൈബിളും ഖുറാനും. ഈ 2 ഗ്രന്ഥങ്ങൾ ഈ ലോകത്തിലുള്ളിടത്തോളം കാലം കാർത്തിക് ശിവകുമാർ പറയുന്നു, സമാധാനം എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും കിട്ടില്ല. മനസ്സിലായോ? കാരണം ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഭാരതത്തിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. മുസ്ലിങ്ങൾ നമ്മുടെ ചരിത്രം തന്നെ വളച്ചൊടിക്കാൻ നോക്കുന്നു. അവർ പറയുന്നു എന്താണ്, ടിപ്പു സുൽത്താൻ അവർക്ക് മഹാനാണ്, വാര്യംകുണ്ടൻ അവർക്ക് മഹാനാണ്. ഏത് ഈ വാര്യംകുണ്ടനും ടിപ്പു സുൽത്താനൊക്കെയാണ് ഈ പറയുന്ന ആൾക്കാരുടെ പൂർവികരെ കൊന്ന് ഇവരെ മുസ്ലിങ്ങളാക്കി മാറ്റിയത്. മനസ്സിലായോ? അവരൊക്കെ ഹിന്ദുക്കളായിരുന്നു. മനസ്സിലായി? അപ്പോൾ ഇന്ന് ഹിന്ദു ആയിരിക്കുന്നവൻ നാളെ മുസ്ലിം ആയി കഴിഞ്ഞാൽ അവൻ പിന്നെ ചരിത്രത്തിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കും. എന്തൊരു കഷ്ടമാണത് അല്ലേ? ചരിത്രത്തിൽ ഒരുപാട് മഹാപാപങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തിയെ ഒരു ഒരു വീരപുരുഷനായിട്ട് വെള്ള തേച്ച് മിനുക്കിയെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെപ്പോലെ അത് വേശ്യാവൃത്തിയേക്കാളും നികൃഷ്ടമായ പരിപാടിയാണത്. അങ്ങനൊരു കാര്യം മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു മുസ്ലിം ആയാലുള്ള കുഴപ്പം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന് ക്യാൻസർ വന്നതിനേക്കാളും പ്രശ്നമാണത്. മനസ്സിലായോ? യഥാർത്ഥ ക്യാൻസർ എന്ന് വെച്ചാൽ ഈ ബൈബിളും ഖുറാനുമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ദയവേത് ചോദിക്കുക, ഒരു പ്രശ്നമില്ല. എല്ലാ ചോദ്യത്തിനും ഈ ബൈബിൾ ഖുറാൻ സംബന്ധമായ ചോദ്യം, ഇതാണ് എൻ്റെ വിഷയം. മനസ്സിലായോ? അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ തെറി പറയുന്നവർ തെറി പറഞ്ഞോട്ടെ, അത് അവരുടെ അവർ എന്താ വെച്ചാൽ ആയിക്കോട്ടെ. ഒരുപാട് തെറി പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പോൾ തന്നെ ഒത്തിരി നേരം സംസാരിച്ചു, 47 മിനിറ്റായി. അപ്പോൾ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കട്ടെ. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.